മലയാളത്തിൽ ഇതുവരെ കാണാത്ത ടൈപ്പാണ്, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. ആൾക്കാർക്ക് എങ്ങനെ ദഹിക്കുമെന്ന് അറിയാൻ പാടില്ല. നോർമൽ ആക്ടിങ് എന്നല്ല, ഒരു എക്സ്പാൻഡഡ് വേർഷൻ എന്നൊക്കെ പറയില്ലേ, എല്ലാ കുഴപ്പമില്ല കേട്ടോ, നല്ല പടമായിരുന്നു. പുതിയൊരു ചാനലായിരുന്നു, എന്താ പറയുന്നത്, നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു സാധനം വന്നിട്ടില്ല, മോക്യുമെന്ററി മോഡലൊരു സാധനം വന്നേക്കണേ. അപ്പം ഓഡിയൻസിനെ എങ്ങനെ ദഹിക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ ഞാനത് കാണണമെന്ന് വെച്ച് തന്നെ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ലായിരുന്നു കേട്ടോ, ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ പഴയ അജി വർഗീസിനെ കാണാം, ഭയങ്കര നല്ല കോമഡി ആയിട്ടുണ്ട്. പിന്നെ ഗോകുലേടൻ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നല്ല അനാർക്കലി മലയാളത്തിൽ ഇതുവരെ കാണാത്ത ടൈപ്പാണ്, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞത്. ആൾക്കാർക്ക് എങ്ങനെ ദഹിക്കുമെന്ന് അറിയാൻ പാടില്ല. ഏതാ ഭയങ്കര നല്ല കോമഡിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭ്രമയോഗത്തിനകത്ത് 3 പേരേ ഉള്ളൂ, വലിയ ലൊക്കേഷൻ ഒന്നുമില്ല. അതുപോലെയൊക്കെ തന്നെയാണ്, ഒരു വലിയ ലൊക്കേഷൻ ഒന്നുമില്ല, പക്ഷേ ഭയങ്കര രസമായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നീറ്റ് VFX ആട്ടോ, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറായിട്ടുള്ള മറ്റേ ഇന്ത്യയും കാര്യങ്ങളൊക്കെ കാണുന്നത്, അപ്പോൾ അതിൻ്റേതായ കുറച്ച് കോമഡിയും കാര്യങ്ങളും AI വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ അടിപൊളി പടമാണ്, ബ്രില്യൻ്റ് എന്ന് ഞാൻ പറയും. കോമഡി അത് എല്ലാം ഉണ്ട്. നമ്മൾ ഇതുവരെ കാണാത്ത ടൈപ്പ് ഒരു മൂവിയാണ്, നമ്മൾ ഫെസ്റ്റിവൽ ടൈപ്പിലൊക്കെ കാണുന്ന ടൈപ്പ് മൂവിയാണ്. പക്ഷേ എല്ലാവർക്കും ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. ഗോകുൽ എങ്ങനെയുണ്ടാവും? ഗോകുൽ സുരേഷ് എല്ലാവരും അടിപൊളിയാണ്. നമുക്കൊരു നോർമൽ ആക്ടിങ് എന്നല്ല, ഒരു എക്സ്പാൻഡഡ് വേർഷൻ എന്നൊക്കെ പറയില്ലേ, എല്ലാവരും ഓവർ ഹൈപ്പ് ചെയ്യുന്ന ടൈപ്പ്. പക്ഷേ ബ്രില്യൻ്റ് മൂവിയാണ്.